കണ്ണൂർ ശ്രീകണ്ഠാപുരം പരിപ്പായി ഗവൺമെന്റ് യു.പി. സ്കൂളിന് സമീപത്ത് നിന്ന് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ കണ്ടെത്തി. തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് ആഭരണങ്ങൾ ലഭിച്ചത്. മഴക്കുഴി നിർമ്മിക്കുന്നതിനിടെ കണ്ടെത്തിയ ഇവ പുരാവസ്തു വകുപ്പിന്റെ പരിശോധനയിൽ മാത്രമേ നിധിയാണെന്ന് സ്ഥിരീകരിക്കാനാവൂ. പക്ഷെ നമ്മളെ കലണ്ടല്ല എടുത്തിടുകയില്ല, അതാ പറ്റിയേ അത് നല്ല അതെന്റെ മലേന്റെ അതേ മുട്ടിനെ സ്വർണ്ണായിരിക്കും ഇത്. പുതിയപുരയിൽ താജുദ്ദീന്റെ റബ്ബർ തോട്ടത്തിൽ നിന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് ആഭരണങ്ങൾ ലഭിച്ചത്. 17 മുത്തുമണി, 13 സ്വർണ്ണ ലോക്കറ്റ്, കാശുമാലയുടെ ഭാഗമെന്ന് കരുതുന്ന 4 പതക്കം, പഴയകാലത്തെ 5 മോതിരം, 1 സെറ്റ് കമ്മൽ, നിരവധി വെള്ളി നാണയങ്ങൾ, ഭണ്ഡാരമെന്ന് തോന്നിക്കുന്ന വസ്തു എന്നിവയാണ് കണ്ടെത്തിയത്. ചെങ്ങളായി പഞ്ചായത്ത് 10-ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ റബ്ബർ തോട്ടത്തിൽ മഴക്കുഴി നിർമ്മിക്കുന്നതിനിടെയാണ് ഇവ കണ്ടെത്തിയത്. 1 മീറ്റർ ആഴത്തിൽ കുഴിയെടുത്തപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത്. ചിതറിക്കിടക്കുന്ന നിലയിലായിരുന്നു ആഭരണങ്ങളും നാണയങ്ങളും. തുടർന്ന് തൊഴിലാളികൾ പോലീസിൽ വിവരമറിയിച്ചു. ശ്രീകണ്ഠാപുരം SI MV ഷിജുവിന്റെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘം ഇവ കസ്റ്റഡിയിലെടുത്ത് തളിപ്പറമ്പ് കോടതിയിൽ ഹാജരാക്കി. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് മഴക്കുഴി എടുക്കുന്ന സമയത്താണ് ഇങ്ങനെ രാവിലെ കിട്ടിയത്. പക്ഷെ അവർ കിട്ടിയപ്പോൾ അതെന്തോ സാധനമാണെന്ന് ചോദിച്ചാൽ അവരങ്ങോട്ട് മാറ്റി ചാടി കാട്ടിലോട്ട് അങ്ങ് ഇട്ടു. പിന്നെ അവരത് ശ്രദ്ധിച്ചതേ ഇല്ല. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിയാകുമ്പോൾ അവർ കുട കാണാഞ്ഞിട്ട് പരതുന്ന സമയത്തായിരുന്നു ആ കുടത്തിൻ്റെ അടുത്ത് പോയി അത് എടുത്തത്. അപ്പോൾ അത് എടുത്ത് നോക്കിയാൽ ഇവർ പറഞ്ഞു നമുക്കതൊന്ന് ആ സംഭവം ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് പൊട്ടിച്ച് നോക്കിയതാണ്. പൊട്ടിച്ച് നോക്കിയപ്പോൾ മണ്ണ് പെരങ്ങിയിട്ടാണുള്ളത്. അപ്പോൾ അത് മൊത്തം കഴുകി വൃത്തിയാക്കുമ്പോഴാണ് അവർ സംഭവം ഇത് സ്വർണ്ണമാണോ വെള്ളിയാണോ എന്ന് അവർക്കൊന്നും പിടുത്തം കിട്ടിയില്ല. അപ്പോൾ അതും പഞ്ചായത്തിലേക്ക് വിവരം അറിയിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മളത് അതിനെപ്പറ്റി പ്രസിഡന്റുമായി ആലോചിച്ച് തീരുമാനിച്ച്. അപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു അത് നമുക്ക് എന്തായാലും പോലീസിലേക്ക് അറിയിക്കണം. അപ്പോൾ പോലീസിൽ വിവരം അറിയിക്കുകയും അതിൻ്റെ തുടർ നടപടിയായി പോലീസ് ശ്രീകണ്ഠാപുരം പോലീസിന് അവർ വരികയും അത് കൊണ്ടുപോകും. അവർ പരിശോധനക്കായി കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. വീണ്ടും അത് ഇപ്പം തളിപ്പറമ്പ് കോടതിയിലുള്ള പുരാവസ്തു ഇതിലേക്ക് കൊടുക്കാനായിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഇന്ന് രാവിലെ ഒരു 4 വെള്ളി നാണയവും 2 മുത്തുമണികളും കൂടി കിട്ടിയിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ അത് ആടുന്ന് അവരെടുക്കുന്ന സമയത്ത് ആ കൂട്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന് വീണതാവാനാണ് സാധ്യത. ചെറിയൊരു ഹോൾസ് ഉണ്ടായിരുന്നു, ആ ഹോൾസിലോട്ട് വീഴാനാണ് സാധ്യതയുള്ളത്. അതിപ്പോൾ അവർ കൈമിലുണ്ട്. ഇപ്പോൾ അവർ കൈമ പിടിച്ചിട്ടുണ്ട്. അതിന് നമ്മൾ പോലീസിന് കൈമാറണം. എന്താ വെച്ചാൽ ബാക്കി എല്ലാ സാധനവും കൊണ്ടുപോയ സ്ഥലത്ത് നമ്മൾ അതും കൂടി പോലീസിനെ അറിയിച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും. ഇവർ രണ്ടാളും മാത്രം ഇവിടെ കുത്തിയത്. ഇവിടെ കുത്തുന്ന സമയം അവർ നിധി കിട്ടിയെന്നും പറഞ്ഞിട്ട് ഇതെടുത്ത് കാണിച്ച് മറ്റേ ആയിഷ്ത പറഞ്ഞവരെടുത്ത് ഇവിടെ വെച്ച് ഒരൊപ്പരം കുത്തുന്നവരും അത് നിധി കിട്ടിയെന്നും പറഞ്ഞിട്ട് എടുത്തിട്ട് കാണിച്ചു തന്നു അങ്ങോട്ട്. എന്നിട്ട് പിന്നെ അത് വലിച്ച് അങ്ങോട്ട് ചാടുന്ന സമയം മൂടി തുറന്ന്. അപ്പോൾ ഇവർ രോഹിണിയേച്ചി പറഞ്ഞു ഇവിടെ വാന്ന് പറഞ്ഞ് എല്ലാവരും വന്ന് നോക്കി. അപ്പോൾ ഇവർ ആരും തൊടാൻ വിടുന്നില്ല, ആരും തൊടണ്ട പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു തൊട്ടുപോയതിനെ കൊണ്ടൊന്നുമില്ല, നമുക്കിതെടുത്ത് നോക്കാമെന്ന് പറഞ്ഞ് പിന്നെ അപ്പോൾ എല്ലാവരും കൂടെ വന്ന് പൊറുക്കി കൈമലെടുത്ത് നോക്കുമ്പോൾ തെച്ച് മണ്ണായി. നമ്മൾ എന്നിട്ട് അങ്ങ് അവിടത്തെ ആ വീട്ടിലെ കിണറിൻ്റെ വെള്ളം എടുത്ത് കൊണ്ടുപോയി കഴുകി എല്ലാം നോക്കുമ്പോഴത്തേക്ക് നല്ല കുറേ മുത്തുമണി, കുറേ മറ്റേ പതക്കം പോലത്തെ സാധനം, പിന്നെ 4 നാണയത്തിൻ്റെ ആ കൂട്ട്, പിന്നെ കുറേ വെള്ളീൻ്റെ കുറേ ചെറിയ അത് വലിയ പതക്കം, മറ്റേ ആ വെള്ളി പോലെ തന്നെ ഒരു പാടുണ്ടായിന് അത്. പിന്നെ ഓൾസുള്ള 2 സാധനം ഉണ്ട്, 2 കമ്മൽ, 2 കമ്മൽ, അതിൽ നേറ്റലായിട്ടുള്ള നല്ല 2 കമ്മലുണ്ടായി. നല്ല ഇതുണ്ട് കാണാൻ, നല്ല വെയിറ്റും ഉണ്ടായി അത്. എന്നിട്ട് പിന്നെ എല്ലാവരും പറഞ്ഞു, പിന്നെ പഞ്ചായത്തിലേക്ക് വിളിച്ച് പഞ്ചായത്തിൽ നിന്ന് അവർ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞ് പോലീസിൽ കൂടി വന്ന് സുരേച്ചിൻ്റെ അടുത്താ വെച്ചേ. സുരേച്ചിക്ക് എടുക്കാൻ പേടിയുണ്ടായിന്. നമ്മൾ പറഞ്ഞു ഒന്നും പേടിക്കണ്ട, ഇത് നിങ്ങൾ അകത്ത് കയറ്റണ്ട, പുറത്ത് വെച്ചാൽ മതി, എവിടെയെങ്കിലും ആരും കാണാതെ എടുത്ത്. എന്നിട്ട് അങ്ങനെ ഓർക്ക് പിന്നെ ഒന്നും തിരിയുന്നില്ല. അങ്ങനെ വൈകുന്നേരം ആകുമ്പം പോലീസ് വന്ന് എന്നിട്ട് ഓറ് പറഞ്ഞു വീട്ടിൽ നിന്ന് തരൂല, സൈറ്റിൽ നിന്നേ തരൂലൂ, അതും മറ്റേ പോലീസുകാരും വേണം, മറ്റേ അവരും വേണം, ഈ സ്ഥലത്തിൻ്റെ ഉടമയും വേണം. അപ്പോൾ അവരെല്ലാം ഇവിടെ എത്തീനി. അപ്പോൾ അവരെല്ലാം മുഖാന്തരം പോലീസിന് കൈമാറുമായിരുന്നു. സമകാലിക മലയാളം, കണ്ണൂർ.